കുറച്ച് ദിവസമായിട്ട് എൻ്റെ ലാപ്ടോപ്പിന് ഒന്നിന് പുറകെ ഒന്നായിട്ട് പ്രശ്നങ്ങളാണ് ഗൈസ്. ഇപ്പം ഞാൻ ചാർജിനെ വെച്ചേയുള്ളൂ, അപ്പോഴത്തേക്കും വൈറ്റ് കളറായി, എന്ന് വെച്ചാൽ ഫുൾ ചാർജ് ആയി എന്നാണ് ഇപ്പം ഇതിൽ കാണിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിലെഴുതി കാണിക്കുന്നത് ഇന്റേണൽ ബാറ്ററി പാക്കിന്റെ കപ്പാസിറ്റി കുറഞ്ഞിട്ടുണ്ട്, ലോ ആംബിയന്റ് ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറോ അല്ലെങ്കിൽ ബാറ്ററി പാക്കിന്റെ ഏജിങ്ങോ കാരണമാണ് ഇത് പറ്റിയെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ജസ്റ്റ് അത് എൻ്റർ അടിച്ച് വിടുക, അത് മാത്രമേ ഇപ്പം നടക്കുന്നുള്ളൂ. പിന്നെ ഇത് കണ്ടോ, ട്രാക്ക് പാഡ് ചെറുതായിട്ട് മേലോട്ടേക്ക് ബൾജ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ലെഫ്റ്റ് ക്ലിക്ക് ആവുന്നുണ്ട്, പക്ഷെ റൈറ്റ് ക്ലിക്ക് ആവുന്നില്ല. മാത്രമല്ല കേഴ്സർ മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷെ സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഒരു ഐക്കൺ സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഇതാ ഫുൾ ചാർജ് വൈറ്റ് ലൈറ്റ് കത്തിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഞാൻ ഈ പ്ലഗ് ഊരിക്കഴിഞ്ഞാൽ കണ്ടോ ഓഫായി ഒക്കെ പോയി. ഇനിയൊന്നും ചെയ്യാനില്ല, HP സെൻറ്ററിൽ കൊടുത്തിട്ട് നന്നാക്കിയിട്ട് വരാം. HP കെയറിൽ വിളിച്ചു നോക്കി, അവിടെ അവരുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാനിത് ഈ ചുട്ടു പൊള്ളുന്ന വെയിലത്ത് അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കുകയാണ്. ഇതിന് മുന്നേ ഞാൻ അവിടെ പോയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ലൊക്കേഷൻ ബിൽഡിംഗ് ഒക്കെ എവിടെയാണെന്ന് അറിയാം. ഈ ലാപ്ടോപ്പ് ഒന്നും കൂടെ സ്മൂത്ത് ആക്കാൻ വേണ്ടി ഞാൻ ഒരു SSD പിടിപ്പിക്കാൻ വേണ്ടി ഇതിൻ്റെ മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഉള്ളിലെത്തി ബാക്ക് പാനലൊക്കെ തുറന്ന് കണ്ടോ ബാറ്ററി ബൾജായി നിൽക്കുന്നത്. ഒരു 10 മിനിറ്റത്തെ പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നന്നാക്കിയൊരു സാധനം കിട്ടിയിട്ടുണ്ട്. കിട്ടിയപ്പോൾ തന്നെ വൃത്തിയാക്കി വെച്ച് കുറേ കാലമായിട്ട് ഉപയോഗിക്കാഞ്ഞിട്ട് പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. കുറേ കാലം എന്ന് വെച്ചാൽ ഈ ട്രാക്ക് പാഡിൻ്റെ പ്രോബ്ലം തുടങ്ങിയിട്ട് 2 ആഴ്ച ആയിട്ടേ ഉള്ളൂ. ബേസിക്കലി ഇത് ട്രാക്ക് പാഡിൻ്റെ പ്രോബ്ലം അല്ല, താഴേന്ന് ബാറ്ററി ബൾജ് ആയതുകൊണ്ട് ട്രാക്ക് പാഡിന് വർക്ക് ചെയ്യാൻ പറ്റാത്തതായിരുന്നു. ഇപ്പോൾ ആ ബൾജൊക്കെ പോയി ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓണാക്കി നോക്കാം. കണ്ടോ, ഒരു പ്രശ്നമില്ല, ഒന്നും എഴുതി കാണിക്കുന്നൊന്നുമില്ല, കറക്റ്റായിട്ട് ഓപ്പൺ ആവുന്നുണ്ട്. പിന്നെ അതുപോലെ ഞാൻ കുറേ കാലമായിട്ട് അപ്ഡേറ്റ്സ് ചെയ്യാൻ പറ്റാത്തതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാനുവലി അവർ അപ്ഡേറ്റ് ചെയ്ത് തന്നു. മുന്നേ ഇത് ചാർജിനെ കണക്ട് ചെയ്തിട്ടില്ലായിരുന്നു, ഓൺ ആവില്ലായിരുന്നു. പിന്നെ കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ എപ്പോഴും 0% തന്നെയാണ് കാണിക്കില്ല. ബാറ്ററിയിൽ ചാർജൊക്കെ കയറുന്നുണ്ട്, ഒക്കെ സെറ്റാണ്. പിന്നെ ട്രാക്ക് പാഡിൻ്റെ കൂട്ടിങ് പോയത് അതെൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്കാർക്കെങ്കിലും ഇങ്ങനത്തെ ട്രാക്ക് പാഡിൻ്റെ അല്ല ബാറ്ററിൻ്റെ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടോയെന്നും അതെങ്ങനെയാണ് നിങ്ങൾ സോൾവ് ചെയ്തതെന്നും കമൻസിൽ പറഞ്ഞോ കേട്ടോ. ബാക്കി കാണുന്നവർക്കും കൂടെ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ അത് എൻ്റെ ലാപ്ടോപ്പിൻ്റെ പോലത്തെ ബാറ്ററിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ മുന്നത്തെ പോലെ നമുക്ക് സ്മൂത്ത് ആയിട്ട് ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ ഞാൻ ടെക് റിലേറ്റഡ് ആയിട്ട് കുറേ ലോങ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ല, ജസ്റ്റ് പോയൊന്ന് കണ്ടേക്ക്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.